സ്ത്രീ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഷൈനി ഷാജു. ഞാനൊരു ഹോം ബേക്കറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ മെയിനായിട്ട് കേക്കാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അത് എല്ലാ ടൈപ്പ് കേക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. തീം കേക്ക്, നോർമൽ കേക്ക്, പേസ്ട്രി കേക്ക്, എല്ലാ ടൈപ്പ് കേക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഫ്രോസൺ ആയിട്ട് കട്ട്ലറ്റ്, സമൂസ, റോള് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അക്കാര്യത്തിൽ വളരെയധികം ഞാൻ ശ്രദ്ധ പുലർത്താറുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മെയ്ഡ് ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റൂടെയാണ്, അത് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കൊടുക്കുക എന്നുള്ളതും കൂടെയാണ്, കൊടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിത് തുടങ്ങാൻ തന്നെ കാരണം. ഞാൻ ഒരു പ്രോഡക്റ്റ് കേക്കാണെങ്കിലും എന്ത് സാധനം കൊടുത്താലും ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് അന്വേഷിക്കാറുണ്ട്. എന്തെങ്കിലും എപ്പോൾ കൊടുത്താലും എനിക്കത് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് അവർ തരാറുള്ളത്. എനിക്ക് ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് വളരെയധികം താല്പര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ മുതിർന്നു സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് വളരെയധികം സമയം വീട്ടിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു സമയം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. വീട്ടുകാരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. കുട്ടികൾ, ഹസ്ബൻഡ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് നൽകുന്നത്. നമുക്കത് രുചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും മെയിനായിട്ട്. കാരണം വീട്ടിൽ ഹോം മെയ്ഡ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും കടകളിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടെന്ന് അത് ഉപയോഗിച്ചവർ തന്നെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും ക്വാളിറ്റി സാധനങ്ങളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഏറ്റവും നീറ്റായിരിക്കണം, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മേടിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാക്കുക. നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ ടൈം അനുസരിച്ച് പറയുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓർഡർ അനുസരിച്ച് മാത്രമേ ഞാൻ ഏത് പ്രോഡക്റ്റും ചെയ്ത് കൊടുക്കാറുള്ളൂ. ഒന്നും നേരത്തെ ചെയ്ത് വെക്കാറില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നത് ഏത് പ്രോഡക്റ്റാണോ അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നു. വിലയുടെ കാര്യത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വില കുറച്ച് തോന്നിയാലും അത് ഉപയോഗിക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എൻ്റെ ഒരു. പ്ലം കേക്ക്സ് ഒക്കെ ആണെങ്കിൽ 1 month ഒക്കെ കുഴപ്പമില്ലാതെ പോകും. ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാറില്ല. ഏറ്റവും ഹൈജീനിക്കായിട്ട് ചെയ്തു കൊടുക്കുന്നു. അത് തന്നെയാണ് ഞാൻ ഇത്രയും ഉറപ്പ് പറയാനും കാരണം. എല്ലാ ടൈപ്പും ബർത്ത്ഡേ കേക്ക്സ് ഒക്കെ കൂടുതലായിട്ട് എനിക്ക് വരാറുണ്ട്. ക്രിസ്മസ് ടൈമിൽ പ്ലം കേക്ക്സാണ് കൂടുതലും പോകുന്നത്. പിന്നെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചവർ തന്നെ വീണ്ടും എന്നോട് വന്ന് ആവശ്യപ്പെടുമ്പോൾ അത് അവരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു. ചിലത് കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഐഡിയയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. ഞാനങ്ങനെ പരസ്യമൊന്നും കൊടുക്കാറില്ല. മൗത്ത് ടു മൗത്ത് ആണ് എൻ്റെ പരസ്യത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കഴിച്ച ആളുകൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ തിരക്കി വരികയാണ് പതിവ്. വീണ്ടും വീണ്ടും വരാറുണ്ട്. എന്നോട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വിളിച്ച് പറയാറുണ്ട്. മറ്റ് പല സ്ഥലത്തുനിന്നും മേടിക്കുന്നതിലും വളരെ നല്ലൊരു അഭിപ്രായമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് റിലേറ്റീവ് സർക്കിളിലാണ് ഞാൻ തുടങ്ങിയത്. അവർ പറഞ്ഞ് മൗത്ത് ടു മൗത്ത് പറഞ്ഞാണ് പുറത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. താല്പര്യം, അഭിരുചിയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വരുമാനം, നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ലഭിക്കുന്നു.
അപ്പം മനസ്സിനൊരു സന്തോഷം, നമ്മൾ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ ആ കേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് അത് നല്ല രീതിയിൽ അത് എടുക്കണം. നമ്മൾ ചില സമയത്ത് നമുക്ക് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാക്രിഫൈസിൻ്റെ പിന്നിലുണ്ട്. ഉറക്കളിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും അത് ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു.